ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അങ്ങനെ 3 ആഴ്ചകൾ കൂടി മാത്രമേ ഉള്ളൂ ഇനി ബിഗ് ബോസ് എന്ന് പറയുന്ന നമ്മുടെ 7ാം സീസൺ. 11ാം ആഴ്ച കടന്നപ്പോൾ 6 പേര് നോമിനേഷൻ വന്നിട്ടുണ്ട്. 4 പേര് സേഫായിട്ട് മാറി. ഈ ഒരാഴ്ച വോട്ടിങ്ങിൻ്റെ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആരാണ് പുറത്താകാൻ സാധ്യതയെന്നും ആരൊക്കെ വോട്ടിംഗ് മുന്നിട്ട് നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി വോട്ടിംഗ് റിസൾട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 6 പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ ഇപ്പോഴും വമ്പൻ അട്ടിമറികൾ തന്നെ നടത്തുന്ന ഓരോ കണ്ടസ്റ്റന്റിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ മണിക്കൂറുകളിൽ വോട്ടിംഗ് മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അനുമോളും അനീഷേട്ടനും ഇല്ലാത്തതുകൊണ്ട് തന്നെ വോട്ടിംഗ് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ആർക്കും സാധിക്കാതെ വരുമ്പോൾ 1ാം സ്ഥാനത്ത് ഷാനവാസൊക്കെയാണ്. കഴിഞ്ഞ ആഴ്ച കുറച്ച് നെഗറ്റീവ് പരിവേഷങ്ങളൊക്കെ സ്വന്തമാക്കിയെങ്കിലും ഇപ്പോഴും ഇതാ കപ്പടിക്കാൻ സാധ്യതയുള്ള ഷാനവാസിക്കാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. 42,934 വോട്ടുമായിട്ട് 1ാം സ്ഥാനത്ത് മാറ്റമില്ലാതെ നിൽക്കുമ്പോൾ 2ാം സ്ഥാനത്ത് നൂറേനെയാണ് കാണാൻ സാധിക്കുന്നത്. 39,108 വോട്ടുകൾ സ്വന്തമാക്കാൻ നൂറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വരും മണിക്കൂറിൽ നൂറ ഇനിയും അട്ടിമറികൾ നടത്താനുള്ള സാധ്യതകളും കാണുമ്പോൾ 3ാം സ്ഥാനത്ത് അക്ബറിനെയാണ് കാണാൻ സാധിക്കുന്നത്. 1000 അട്ടിമറിക്കാൻ അക്ബറിന് ഈ ഒരു മണിക്കൂറിൽ സാധിച്ചിട്ടുണ്ട്. 37,536 വോട്ടുകൾ സ്വന്തമാക്കി അക്ബർ ഇതാ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന അക്ബറിനെ ആര്യനെയാട്ടോ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ആര്യന് ഇനി വോട്ടിംഗ് നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. ചില സമയത്ത് ആര്യന്റെ പെർഫോമൻസ് മികച്ച ഫാൻസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 37,234 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 5ാം സ്ഥാനത്ത് ലക്ഷ്മി ഇതാ നേരിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. 32,360 വോട്ടുകൾ സ്വന്തമാക്കാൻ ലക്ഷ്മിക്ക് സാധിച്ചിരിക്കുന്ന ഒരു കാഴ്ച നിലവിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ വരും മണിക്കൂറിൽ ലക്ഷ്മി അട്ടിമറി മുന്നേറ്റം നടത്തി ഈ ആഴ്ച സേഫ് ആകാനുള്ള സാധ്യതകൾ കാണുമ്പോൾ നിലവിൽ 6ാം സ്ഥാനത്ത് വീണ്ടും ഡേഞ്ചർ ഉള്ളോട്ട് നമ്മുടെ നെവിൻ പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 31,154 വോട്ടുകൾ മാത്രമാണ് നെവിനെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. അത്യാവശ്യം 6 പേര് നല്ല രീതിയിൽ വോട്ടുകളൊക്കെ സ്വന്തമാക്കുന്നുണ്ട്. പക്ഷെ അവസാന ലാപ്പിലോട്ട് കിടക്കുമ്പോൾ എന്തായാലും കുറച്ച് പേര് എമിറ്റായി പുറത്തു പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുതന്നെ അറിയണം ഇനിയുള്ള മണിക്കൂറുകളിൽ നിർണായകമായിട്ട് വരുമ്പോൾ ആരൊക്കെ മുന്നിടുന്നും ആരൊക്കെ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ മികച്ച ഗെയിമർക്ക് നോക്കി വോട്ട് ചെയ്യുക. ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സെറ്റാണ്. അൺഒഫീഷ്യൽ വോട്ടിംഗ് സെറ്റുകളൊക്കെ ചില സമയത്ത് തെറ്റിപ്പോകാം. കാരണം ജിസയിലൊക്കെ 2, 3 സ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടിട്ടാണ് വിക്റ്റായി പുറത്തു പോയത്. അതുകൊണ്ട് തന്നെ മികച്ച ഗെയിമർ ആരാണോ അവർക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വരും മണിക്കൂറിൽ നിർണായകമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കരുതാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.